ഫ്രൈയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, പ്രോൺ കേക്ക്. പ്രോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രോൺ വേവിച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. കേക്ക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇത് ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന കേക്കല്ല, ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് തന്നെയാണ്. പ്രോൺ വേവിച്ചിട്ടുണ്ട്, പിന്നെ ബസ്മതി റൈസ് വേവിച്ച് അതെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബസ്മതി അരി വേവിച്ചത് 1/2 കപ്പ്, എണ്ണ 1 ടേബിൾ സ്പൂൺ, സവാള ചെറുത് ഒരെണ്ണം ചെറുതാക്കി മുറിച്ചത്, വെളുത്തുള്ളി 1 അല്ലി ചെറുതാക്കി മുറിച്ചത്, മല്ലിയില 2 ടേബിൾ സ്പൂൺ, പ്രോൺ വേവിച്ചത് 200 ഗ്രാം, ഫിഷ് സോസ് 1 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ 1/4 കപ്പ്, മുട്ട ഒരെണ്ണം, ബ്രെഡ് ക്രംസ്, ഉപ്പ്, കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും ചേർത്ത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോൺ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പ്രോൺ വേവിച്ചിട്ടുണ്ട്, ഉപ്പ് കുരുമുളക് പൊടി ചേർത്ത് വേവിച്ച് 200 ഗ്രാം പ്രോണാണ്. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ബസ്മതി റൈസ് വേവിച്ചതാണ്. ഇതിന്ന് 1/2 കപ്പ് ബസ്മതി റൈസ് വേവിച്ചത്. ഇതിലേക്ക് വളരെ ചെറുതാക്കി മുറിച്ചിട്ടുള്ള സവാള, ചെറിയൊരു സവാള, വെളുത്തുള്ളി 1 വലിയ അല്ലി ചെറുതാക്കി മുറിച്ച്, ഫിഷ് സോസ് 1 ടേബിൾ സ്പൂൺ ഫിഷ് സോസ്, മല്ലിയില 2 ടേബിൾ സ്പൂൺ. പ്രോൺ വേവിച്ചതാണ്, 200 ഗ്രാം പ്രോൺ വേവിച്ച് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്. വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1 മുട്ട. കുരുമുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാൻ അളവ് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് നോക്കിയിട്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. 1/4 കപ്പ് അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നല്ല തിക്ക് തേങ്ങാപ്പാൽ. അധികം ചേർക്കരുത്, അപ്പോൾ വല്ലാതെ ലൂസായി പോകും. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നമുക്ക് ഇനി ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് ഇതിപ്പോൾ കുറച്ച് ലൂസായി, തേങ്ങാപ്പാലും മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ബ്രെഡ് പൊടിച്ചത് ചേർക്കാം. പ്രോൺ കേക്കിനുള്ള എല്ലാം മിക്സ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ സാധാരണ പരിപ്പ് വടക്കൊക്കെ എടുക്കുന്ന പോലെ എടുത്ത് കോൺഫ്ലോറിൽ വേണമെങ്കിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം, നിർബന്ധമില്ല. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് ഇടാം. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പ്രോൺ കേക്ക്സ് ആയിട്ടുണ്ട്, എടുക്കാം. നല്ല ക്രിസ്പായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് അതിൻ്റെ മുകളിലിടാം. അപ്പോൾ അത് ചൂടിൽ ഉരുകിയിട്ട് അതിലേക്ക് പിടിക്കുകയും ചെയ്യും. പ്രോൺ കേക്ക്സ് ഉണ്ടായി കഴിഞ്ഞു. കേക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇത് ബേക്ക് ചെയ്തിട്ടല്ല, ഫ്രൈ ചെയ്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കട്ട്ലറ്റൊക്കെ പോലെ നമുക്ക് നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. പ്രോണിന് പകരം ഏത് ഫിഷ് വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. ബസ്മതി റൈസ് വേവിച്ച് ചേർത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിലുള്ള നല്ലൊരു ഡിഷ്.